നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്വതന്ത്രയായെന്ന് കരുതിയവളാ ഞാൻ. പിന്നെയാ മനസ്സിലായത് അതൊരു തെറ്റായ ബോധ്യമായിരുന്നു എന്ന്. വിവാഹമോചിതയായതിനു ശേഷമാ ഞാൻ ശരിക്കും പെട്ടത്. നിങ്ങളെ ആണുങ്ങൾക്ക് ചിലപ്പോൾ അതൊന്നും മനസ്സിലാവില്ല. ആണിന് ഭാര്യയും കുടുംബവും ഉപേക്ഷിച്ച് എളുപ്പം സ്വതന്ത്രമാകാം. എവിടേക്കും പോകാം, എവിടെയും കിടന്നുറങ്ങാം. ഭാര്യയോ കുടുംബമോ ആരും പിന്നാലെ ചെല്ലില്ല. പക്ഷെ പെണ്ണിനൊറ്റയ്ക്ക് അലഞ്ഞു തിരിയാനാവില്ല. ഒരു തണൽമര ചുവട്ടിൽ ചെന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയില്ല. രാത്രി ഒരു സമയം കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. സ്വതന്ത്രയായി ജീവിക്കുന്ന പെണ്ണിനാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരുന്നത്. ഭർത്താവ് മരിച്ചവൾക്കോ ഭർത്താവിനെ ഉപേക്ഷിച്ചവൾക്കോ അതുമല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയവൾക്കോ വിവാഹം തന്നെ വേണ്ടാന്ന് വെച്ചവളോ ആകാം. അവരെങ്ങോട്ട് പോയാലും സംശയം പിന്നാലെ ചെല്ലും. അവൾ എങ്ങോട്ട് പോയി, എന്തിനു പോയി, ഇപ്പോൾ അവൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു 100 സംശയം പിന്നാലെ വരും. കുടുംബക്കാരും പരിചയക്കാരും മാത്രമല്ല, അപരിചിതർ വരെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മറുപടി നൽകേണ്ടി വരും. വാസ്തവത്തിൽ ഒരു സ്ത്രീ സ്വതന്ത്രയായി കഴിയുമ്പോഴാണ് അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത്. അവൾക്ക് പറന്നു നടക്കാമെന്ന് പറയുന്ന സമൂഹം തന്നെയാണ് അവളുടെ ചിറകുകൾ മുറിച്ചു കളയുന്നതും. ഇഷ്ടായോ നിനക്ക്? എനിക്കിഷ്ടായി ഒരുപാട്. അല്ലമ്മേ, ശാരികേച്ചിക്കൊന്നും വാങ്ങില്ലേ? ഈ വീട്ടിലും ഹോട്ടലിലുമായിട്ടിരിക്കുന്ന അവക്കെന്തിനാ ഇപ്പൊ പുതിയത്? പുക കൊള്ളിക്കാൻ വേണ്ടിയോ? ഇതെന്റെ ഡ്രസ്സുകളാ. വൈകിട്ടത്തേക്ക് ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വയ്ക്ക്. അത്രയെങ്കിലും ഒരു സഹായം ചെയ്യും. കെട്ടിച്ചു വിട്ട ആ പെൺമക്കൾ ഇങ്ങനെ അമ്മമാർക്കൊരു ഭാരമായിട്ട് നടക്കരുത്. ഇതിന് ഭേദം പോയി ചത്തോടെ. അപ്പോ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഈ വിവാഹം. ഒരു പരിധിവരെ. പക്ഷേ പുരുഷന്റെ നിഴലായിരിക്കാൻ എനിക്ക് താല്പര്യമില്ല രാജീവ്. പിന്നെ എന്തിനാണ് ഞാൻ പഠിച്ച ഡോക്ടറായത്? ഭാര്യയായാലും സ്ത്രീ സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണമെന്ന് തന്നെ എന്റെ അഭിപ്രായം. എന്നിട്ടും രാജീവിന്റെ വിവാഹ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അയാൾക്ക് ഇതുപോലൊരു വിഷൻ ഉണ്ടായിരുന്നില്ല യാമിനി. താൻ എന്തായിരിക്കണമെന്നൊരു രൂപം അയാൾക്കുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ യാമിനി പറഞ്ഞതുപോലെ എന്റെ നിഴലാവാനായിരിക്കും അയാൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതുപോലും വ്യക്തമായിരുന്നില്ല. അത്രയ്ക്കുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടും ഈ പ്രേമത്തിന് കണ്ണില്ലെന്നൊക്കെ പറയുന്നത് തെറ്റായ യാമിനി. പ്രേമത്തിന് കണ്ണ് മാത്രമേ ഉള്ളൂ, തലച്ചോറോ മനസ്സോ ഒന്നുമില്ല. പുറമേ ഉള്ളതൊക്കെ കാണുന്നതേ ഉള്ളൂ കണ്ണ്. കണ്ടത് മനസ്സിലാക്കാനും വിലയിരുത്താനും തലച്ചോറും മനസ്സും ഒക്കെ വേണം. എന്തായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നം? നിങ്ങൾ എന്തോന്ന് കണ്ടോണ്ട് നിൽക്കുക അവിടെ? അല്ല, അത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആണും പെണ്ണും സ്വകാര്യമായി സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? അയ്യേ, അതല്ല. ഒരുമാതിരി ബെഡ്റൂമിലൊക്കെ ഒളിഞ്ഞു നോക്കും പോലെ. ഛേ, ഞാൻ പോ, അടുക്കളയിൽ വല്ല ജോലി ഉണ്ടോ നോക്ക്. രാജീവിന് എങ്ങനെയാ ഞങ്ങളുടെ മോളെ ഇഷ്ടപ്പെട്ടോ? യാമിനിയെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുക?
കേട്ടോ വിജയലക്ഷ്മി അമ്മേ, നമ്മളൊക്കെ മണ്ടന്മാരും മണ്ടികളും ആയെന്നാ എനിക്ക് തോന്നുന്നത്. ആ? ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളെക്കാൾ കൂടുതൽ ധാരണയിലെത്തി ഇവർ രണ്ടാളും. അങ്ങനെ തന്നെയല്ലേ കരുണേട്ടാ വേണ്ടത്. അതെ അതെ അതെ. അപ്പോ അത്രയും ജോലി എളുപ്പമായി. ഇനി ജാതകം കൊടുക്കലും പൊരുത്തം നോക്കലും കഴിഞ്ഞാ നമുക്ക് മുന്നോട്ട് പോവാലോ. ഓ ഓ അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അമ്മാവ. പത്തിലെട്ട് പൊരുത്തമായിട്ടൊരു കല്യാണം കഴിഞ്ഞതല്ലേ ഇതിനു മുന്നേ. എന്നിട്ടപ്പോ എന്തായി? ഓ ഓ അല്ല അതിപ്പോ നിൽക്കുകേ, മോള് പറ. ഇക്കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായമാണ് പ്രധാനം. പറ മോളെ. രാജീവിന്റെ അഭിപ്രായം തന്നെയാ എനിക്കും. ഈശ്വര, വേണമെങ്കിൽ കല്യാണത്തിന് ഒരു മുഹൂർത്തം നോക്കാം. കാലം പോയൊരു പോക്കേ. ആ അങ്ങനെയെങ്കിൽ അങ്ങനെ. കുട്ടികൾ എല്ലാ കാര്യത്തിലും ധാരണയിലെത്തിയെന്ന് മനസ്സിലായല്ലോ. ഓ ഓ, ഒരുമിച്ച് താമസിക്കാൻ തിടുക്കമായിട്ടുണ്ടാവും. ഗീതേ, എന്റെ മോളെ ഞാനങ്ങ് കൊണ്ടുപോയിക്കോട്ടെ. ഓ ഓ. ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ. പക്ഷേ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു അമ്പലത്തിലിറങ്ങി രാജീവിനെ കൊണ്ട് ഇവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിപ്പിച്ചിട്ട് വേണം കൊണ്ടുപോകാനെന്ന് മാത്രം. അല്ല, പേരിനെങ്കിലും നമുക്കൊരു നിശ്ചയം നടത്തണ്ടേ? അത് വേണം. ആ അടുത്ത ബന്ധുക്കളെയൊക്കെ ക്ഷണിച്ച് ഒരു സദ്യ കൊടുത്തില്ലെങ്കിൽ അത് പിന്നെ പരാതിയാവും. ആ ആ. കാരണവന്മാരുടെ 100 ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. കല്യാണത്തിന് അധികം ആർഭാടം വേണ്ടാന്നൊന്ന് മാത്രം പറയരുത്. ആ. കരുണാകരൻ നായരുടെ മകളുടെ ജീവിതം കോഞ്ഞാട്ടായെന്ന് കരുതി സന്തോഷിക്കുന്ന കുറെ തെണ്ടുകൾ ഇവിടെ ഉണ്ട്. നാടടക്കം ക്ഷണിച്ച് അവരെയൊക്കെ വയറ് നിറച്ച് എനിക്ക് ഊട്ടിവിടണം. അതൊക്കെ കരുണേട്ടന്റെ ഇഷ്ടം. ആ, നിശ്ചയത്തിന് എന്തായാലും മുഹൂർത്തം നോക്കണം. ആ കാര്യം നമുക്ക് ഫോണിൽ സംസാരിച്ചാ പോരെ? മതി മതി മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.